നമസ്കാരം. തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ച് പറയാം. ആർക്കും വീട്ടിൽ സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റും തണ്ണിമത്തൻ. പലരുടെയും ധാരണ നമ്മുടെ നാട്ടിൽ വളരില്ല, തണുപ്പ് വേണമെന്നൊക്കെയാണ്. തണുപ്പൊന്നും വേണ്ട, നല്ല വെയിൽ വേണം. ഒരു 6-7 മണിക്കൂർ നല്ല വെയിൽ കിട്ടിയാൽ, ഉച്ചയ്ക്കത്തെ വെയിൽ കിട്ടിയാൽ തണ്ണിമത്തൻ നന്നായിട്ടുണ്ടാവും. ജൈവവളം നന്നായിട്ട് കൊടുക്കണം. പിന്നെ ഈ പ്രിസിഷൻ ഫാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് വെച്ചാൽ കൃത്യത കൃഷി. അപ്പം ഇതാകുമ്പോഴത്തേക്ക് ഇത്ര വലിയ ഏരിയ ആയതുകൊണ്ടാണ് ഇതിലേക്ക് കടന്നത്. ചെറിയ ഏരിയ ആണെങ്കിൽ നമ്മൾ സാധാരണ പണ്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്താൽ മതി. നല്ല വലുപ്പമായി, ഒരു 7 കിലോ തൂക്കം വയ്ക്കും. ഒരു 7 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് വിളവെടുക്കാം. സാധാരണ നമ്മുടെ പഴയ രീതിയിലുള്ള കൃഷി ചെയ്താൽ കാണിച്ചു തരാം. കണ്ടില്ലേ, തടം എടുത്തിട്ട് നടാം. ഇത് ഏകദേശം മൂത്തതാണ്. അടിയിൽ മഞ്ഞ നിറം കണ്ടില്ലേ, മൂപ്പായി എന്നാണ്. പിന്നെ തട്ടി നോക്കുമ്പം ഡും ശബ്ദം കേൾക്കും. ശ്രദ്ധിച്ചേ, കേട്ടില്ലേ? അത് മൂത്തതിൻ്റെ ലക്ഷണമാണ്. അത് നമ്മൾ പഴയ രീതിയിലുള്ള കൃഷിയാണ്. ഇത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണ്. തുറന്ന കൃഷിയിടത്തിലെ കൃത്യത കൃഷി. ആ പ്രിസിഷൻ എന്ന വാക്കിന് അർത്ഥം തന്നെ കൃത്യത എന്നതാണ്. ഇപ്പം 1000 ചെടി ഉണ്ടെങ്കിൽ 1000 ചെടിക്ക് ഒരു നേരം എത്ര വെള്ളം വേണം, ഒരു ചെടിക്ക് എത്ര വെള്ളം വേണം, അതിനെ 1000 കൊണ്ട് ഗുണിക്കും. ഇപ്പം തൈയാണെങ്കിൽ 600 ml വെള്ളം മതി. അപ്പോൾ 1000 ചെടിക്ക് 600 ലിറ്റർ വെള്ളം മതി. ഇപ്പം വെള്ളം ലാഭിക്കാൻ പറ്റും. ഈ ഷീറ്റും കൂടെ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് വെള്ളം ആവിയായിട്ട് മുകളിൽ പോകില്ല. പിന്നെ കള വളരില്ല. പിന്നെ സസ്യങ്ങളുടെ മൂലങ്ങളുടെ കുറവും കൂടുതലും അനുസരിച്ചിട്ട് നമുക്ക് വളം വെള്ളത്തിൽ കൂടെ കൊടുക്കാം. ഇതൊക്കെ ഏകദേശം മൂപ്പായി വരും. ഇത് ചെറിയ മത്തനാണ്. നല്ല കറുപ്പ് നിറമാണ്, പച്ചയല്ല, കറുപ്പ് നിറമാണ്. കറുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് സുമാഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഇനമാണ് ഈ കറുപ്പ് മത്തൻ, തണ്ണിമത്തൻ. പച്ച ബയറിൻ്റെ ഒരു ഇനമാണ്. അപ്പോൾ ഇനങ്ങൾ ഹൈബ്രിഡ് നോക്കി എടുത്താൽ മതി. പിന്നെ വിശ്വാസമുള്ള കമ്പനിയിൽ നിന്ന് എടുക്കാം. നാംദാരി ഉണ്ട്, സുമാഷി, പിന്നെ ബയർ, ഈസ്റ്റ് വെസ്റ്റ്, പിന്നെ ഒരുപാട് കമ്പനികളുണ്ട്. എല്ലാ ഇനങ്ങളും നല്ലതൊക്കെ തന്നെയാണ്. കാരണം മോശപ്പെട്ട വിത്ത് അവർ ഇറക്കില്ലല്ലോ. അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് അവർ വൃത്തിയായിട്ട് തന്നെ ഇനങ്ങൾ ഇറക്കും. അപ്പോൾ ജൈവവളം നന്നായിട്ട് കൊടുക്കണം. ജൈവവളം നന്നായിട്ട് കൊടുക്കുക. നല്ല വെയിൽ വേണം. 2 നേരം നനയ്ക്കണം. അധികം ആവാനും പാടില്ല, ആവശ്യത്തിന് നനയ്ക്കുക. ഇതൊക്കെ ഏകദേശം വിളവെടുക്കാനുണ്ട്. മഞ്ഞ നിറമായി. ഇതൊന്നും ആയിട്ടില്ല, മഞ്ഞയായി വരുന്നതേ ഉള്ളൂ. കണ്ടില്ലേ? പിന്നെ ഈ കായകൾക്ക് രൂപം വികൃതമായിട്ടുള്ള രൂപങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മുകൾ ഭാഗം മെലിഞ്ഞും താഴെ ഭാഗം തടിച്ചുമൊക്കെ വരുന്നെങ്കിൽ അത് ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അതിന് നമ്മൾ സോലിബോർ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തളിച്ചു കൊടുക്കണം. സോലിബോർ ഇതായിട്ടില്ല. ഇത് ഇനി നല്ല വലുതാവുന്ന ഇതാണ്. ഇതും ആയിട്ടില്ല. പിന്നെ കാൽസ്യം വേണം. കാൽസ്യത്തിന് ഞാൻ എപ്പോഴും പറയുന്നതാണ്, കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് കൊടുക്കണം. സെൻറ്റിന് 1 കിലോ കുമ്മായം അല്ലെങ്കിൽ 1.5 കിലോ ഡോളമേറ്റ് കൊടുക്കണമെന്ന് പറയുന്നതാണ്. ഡോളമേറ്റിൽ മഗ്നീഷ്യം കൂടെ കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഇല നല്ല പച്ച നിറമായിരിക്കും, നല്ല വളർച്ചയും കിട്ടും. ഇതിലെല്ലാം കായായി, ഇനിയും പടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കായ്കളായി വരുന്നത് കണ്ടില്ലേ? ഇതിപ്പം ഇന്നലെ പോളിനേഷൻ നടന്നതാണ്. ഇത് പെൺപൂവാണ്. ഇതാണ് കായാകുന്ന പൂവ്.
ഇത് ആൺപൂവാണ്, കണ്ടില്ലേ, ഇത് ആൺപൂവാണ്. ഇതിൻ്റെ പൂമ്പൊടി തേനീച്ച വന്നിട്ട് ഈ പെൺപൂവിനുള്ളിൽ കൊണ്ടിട്ട് പോളിനേഷൻ നടക്കും. പരാഗണം നടന്നതിന് ശേഷം നല്ല കായ്കൾ കിട്ടും. പരാഗണം നടന്നില്ലെങ്കിൽ കായ കൊഴിയും. ഇത് ആൺപൂവാണ്. ഇതിൻ്റെ അടിയിൽ ചെറിയൊരു കായില്ല, കണ്ടില്ലേ, പക്ഷേ ഇതിൻ്റെ ഈ പൂവിൻ്റെ അടിയിൽ കായില്ലേ. അപ്പോൾ ഇത് പെൺപൂവാണ്. ഇതിപ്പോൾ മെനിങ്ങാന്ന് പരാഗണം നടന്നതാണ്, മെനിങ്ങാന്ന്. ഇതിപ്പോൾ ഒരു 3 ദിവസം മുമ്പ് പരാഗണം നടന്നതാണ്, 3-4 ദിവസം മുൻപ്. അപ്പോൾ തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക, സമയലഭ്യത അനുസരിച്ച് മറുപടി തരുന്നതാണ്. അയ്യോ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക.